മുസ്ലിം രാജ്യങ്ങൾ ഗസയിലേക്ക് സൈനികരെ അയക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. നിലവിൽ സൈനികരെ അയക്കാൻ വേണ്ടി തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിൽ തുർക്കിയുടെ ഭാഗത്തുനിന്ന് ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ തുടർച്ചയായ രീതിയിലാണ് ഈജിപ്തിൽ നിന്നും നേരിയ രീതിയിലുള്ള ഒരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ഒന്നുകൂടി ആലോചിച്ച് ചെയ്യാം എന്ന തരത്തിൽ ഇതിനവർ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യം ഗസയിൽ സൃഷ്ടിക്കാൻ വേണ്ടി തത്വത്തിൽ ഞങ്ങൾ ഏകോപനത്തോടു കൂടി തന്നെയാണ് അമേരിക്കയോട് സഹകരിച്ചത്. ഈജിപ്തിൽ അവസാനിച്ച ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഏകോപനം ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അമേരിക്ക പറയപ്പെട്ട സിംഹഭാഗവും തങ്ങൾ എതിരഭിപ്രായമില്ലാത്ത രീതിയിൽ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കാണുന്ന സ്ഥിതികൾ വ്യത്യസ്തമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കരാർ വ്യവസ്ഥ പാലിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനികളെ വെടിവെച്ച് കൊല്ലുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ തുടരുന്നത്. മുൻപ് ബോംബിട്ട് കഴിഞ്ഞിട്ട് കൊല്ലുന്നു എന്നതിന് പകരം വെടിനിർത്തൽ കരാർ വ്യവസ്ഥ വന്നതിന് ശേഷം വെടിവെച്ച് കൊല്ലുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ ഗസയിൽ ഇപ്പോഴും ശാന്തിയും സമാധാനവും ഇല്ല എന്ന് ചുരുക്കം. ആദ്യമായി ഈ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. സൈനികപരമായ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാം പിന്നീട് ആലോചിക്കാം എന്ന തരത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കർക്കശമായ രീതിയിൽ ഈ കാര്യത്തിൽ നിലപാട് പറഞ്ഞിരിക്കുന്നത് തുർക്കിയാണ്. വെടിവെപ്പ് അവസാനിപ്പിക്കുക, വാഹനം തടയിൽ നിർത്തുക, ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുക, അവരുടെ ഗസയുടെയും ഈജിപ്തിൻ്റെയും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഗസ അതിർത്തിയിൽ എന്തിന് ഇസ്രായേൽ സൈനികർ നിൽക്കുന്നു, അവർക്ക് അവിടെ മാറി നിൽക്കാം, അവർ തടയേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കരാർ ലംഘനം തുടർച്ചയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ എങ്ങനെയാണ് സമാധാനത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ സൈനികരെ അയക്കുക എന്ന ചോദ്യമാണ് പ്രസക്തമായിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു രീതിയാണ്. കാര്യം 9 പേരെ ആദ്യത്തെ ദിവസം, 3 പേരെ തൊട്ട് ദിവസത്തിൻ്റെ പിറകെയും ഇവർ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് പറയുന്നത് യെല്ലോ ലൈൻ ഭേദിച്ചു എന്നുള്ളതാണ്. അവിടെ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവരെ കുറിച്ച് ഇപ്പോൾ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കുന്ന പ്രസ്താവന, അവരവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീകളുമുണ്ട്. മാത്രവുമല്ല അവരുടെ ഉറ്റവർ തകർന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ടോ എന്ന് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വെടിവെപ്പുണ്ടായത്. അപ്പോൾ അവർ ഏതെങ്കിലും ഭാഗത്ത് ന്യായീകരിക്കും. ആ ന്യായീകരണത്തിന് അമേരിക്ക കൂട്ടുനിൽക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് സൈനികരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തണമെങ്കിൽ സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കണം. അമേരിക്ക ആ കാര്യത്തിൽ ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് തുടരുന്നത്. ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് തുർക്കി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ അമേരിക്ക പറഞ്ഞിരിക്കുന്ന 21 നിർദ്ദേശങ്ങളിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: ഗസയിൽ സംരക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് മുസ്ലിം സൈനികരെ നിയമിക്കും. അതിൽ തുർക്കി പേര് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. തുർക്കിയുണ്ട്, ഈജിപ്തുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE അടക്കമുള്ള രാജ്യങ്ങൾ. അവർക്ക് അവരെ നിയന്ത്രിക്കുന്ന തരത്തിൽ അമേരിക്ക ഒരു സൈനിക ട്രൂപ്പിനെ അവിടെ അയക്കും. അതായത് അമേരിക്കയുടെ സൈനിക മേധാവികളുടെ മേൽനോട്ടത്തിൽ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ പണിയെടുക്കണം എന്ന് ചുരുക്കം. അതാണ് അതിൻ്റെ വരുന്നത്. എന്നിട്ടും മുസ്ലിം രാജ്യങ്ങളെ എതിർക്കാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം കൂട്ടക്കൊലകൾ അവസാനിക്കുമല്ലോ. ഗസക്കകത്ത് ഓരോരോ ദിവസം 30, 40, 50 പേരെ ഇസ്രായേൽ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന പ്രവൃത്തികൾ അവസാനിക്കാൻ വേണ്ടി തത്വത്തിൽ അത് അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ സ്ഥിതിക്ക് മാറ്റങ്ങൾ വന്നു. അവരിപ്പോൾ കരാർ വ്യവസ്ഥ തന്നെ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. അതിന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത്. ആദ്യത്തെ ഘട്ടത്തിലുള്ള വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഓരോരോ കാര്യങ്ങളും ഘട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ആദ്യം ബന്ദികളെ മോചിപ്പിക്കുക. അത് 20 ബന്ദികളെ ജീവനുള്ളവരെ മോചിപ്പിച്ച് കഴിഞ്ഞു. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹം കൊടുക്കുക എന്നതാണ്. ആ മൃതദേഹം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മധ്യസ്ഥരോട്, അതായത് ഖത്തറിനോടും ഈജിപ്തിനോടും ഹമാസ് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം, വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ആളുകളുടെ കൈവശത്തിലാണ് ഈ പറയപ്പെട്ട ബന്ദികളുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ഓരോരുത്തരെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ബോഡികൾ വാങ്ങാൻ സമയമെടുക്കും. മാത്രമല്ല ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ തന്നെ സാധിക്കാത്ത വിധം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. തകർന്ന ബിൽഡിങ്ങുകളാണ് റോഡിലുടനീളം ഉള്ളത്. അതുകൊണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ തന്നെ ഈ മേഖല അടച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയിലധികം വേണം. അത് 24 മണിക്കൂറും ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഈ റോഡ് സംബന്ധമായി ഇരിക്കുന്ന ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം ഈ വിഷയത്തെ ബാധിക്കുന്നതാണ്. അതിന് സമയം വേണം എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. എന്നാലും ആദ്യത്തെ പ്രാവശ്യം 4, പിന്നീട് 2 പേരെയെങ്കിലും
9 എന്നും ചില റിപ്പോർട്ടിനകത്ത് 10 എന്ന് പറയുന്നുണ്ട് ബോഡികൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. വിട്ടുകൊടുത്തതിൽ ഒരു ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്ന അവരുടേതല്ല എന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് ഹമാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്ന 35 ഫലസ്തീനികളുടെ മൃതദേഹം ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹത്തിലൊന്നും പേരോ അഡ്രസ്സോ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഈ വിവരങ്ങളോ എഴുതിയിട്ടില്ല. കരാർ വ്യവസ്ഥയിൽ അത് പറഞ്ഞിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറപ്പെടുന്ന മൃതദേഹങ്ങളിൽ അവരെക്കുറിച്ചുള്ള പേര് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം എന്നുള്ളത്. അത് ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു. 35 പേരുടെ മൃതദേഹത്തിൻ്റെ അകത്തും പേര് പരാമർശം അവർ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ചുരുക്കം. ഇതിൻ്റെ സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നോ മറ്റോ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഞങ്ങൾക്കത് സാധിച്ചിട്ടില്ലെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്. അത് ഈ ഭാഗത്ത് വരുന്ന മറുപടി വളരെ കൃത്യതയോടുകൂടി ഓരോരോ വ്യക്തിയെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇസ്രായേലുണ്ട്. കരുതിക്കൂട്ടി അവർ ചെയ്യാതിരിക്കുക. അതിനൊരു ഉദാഹരണം പറയുന്നത്, ഹമാസിൻ്റെ നേതാവ് യഹ്യ സിൻവാർ ഗസയിൽ വെച്ച് കൊല്ലപ്പെട്ട സമയത്ത് അവർക്ക് ആരാണ് എന്ന് മനസ്സിലായിട്ടില്ല. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഈ വിരൽ മുറിച്ച് കൊണ്ടുപോയിട്ട് ഫോറൻസിക് ലാബിൽ പരിശോധന നടത്തിയ സമയത്താണ് ഇദ്ദേഹം യഹ്യ സിൻവാർ ആണെന്ന് മനസ്സിലായത്. കാര്യം ഇസ്രായേൽ ജയിലിൻ്റെ അകത്ത് പ്രവേശിക്കുന്ന ഏതൊരു ഫലസ്തീനിയുടെയും പൂർണ്ണമായിരിക്കുന്ന ഫിംഗറും കണ്ണും മറ്റ് തിരിച്ചറിയാൻ പറ്റുന്ന എല്ലാ സംവിധാനവും അവർ രേഖപ്പെടുത്തും എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഫിംഗർ വെച്ച് നോക്കിയാൽ ഇദ്ദേഹം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കും. കരുതിക്കൂട്ടി അവർ ചെയ്യാതിരുന്നതാണ് എന്ന് ചുരുക്കം. പക്ഷേ തങ്ങൾ അതിന് പകരമായിട്ട് ചെയ്യാതിരുന്നതല്ല. ഞങ്ങൾ മധ്യസ്ഥരോട് ഓരോരോ കാര്യം കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെയാണ്. തകർന്നിരിക്കുന്ന ഒരു ദേശമാണ് ഗസ എന്ന് പറയുന്നത്. ആ പ്രദേശത്തേക്ക് ആളുകൾ വരിക പോവുക, വാഹന ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സങ്കീർണമാണ്, വലിയ വിഷയമാണ്. മാസങ്ങളെടുക്കും അവിടെ ഒരു യഥാർത്ഥ റോഡ് സൗകര്യങ്ങൾ പോലും ഉണ്ടാക്കണമെങ്കിൽ മാസങ്ങളെടുക്കും. ആ രീതിയിലാണ് കാര്യം. നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകളെല്ലാം ഇപ്പോൾ നിലം പൊത്തിയിരിക്കുന്നു. അതെല്ലാം റോഡിലും ബന്ധപ്പെട്ട മേഖലയിലും നിലനിൽക്കുന്നു. ആളുകൾക്ക് കൃത്യതയോടുകൂടി നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയിലുള്ള അവസ്ഥയാണ് കാൻ യൂനിസിലും മധ്യ ഗസയിലും തെക്ക് വടക്കൻ ഗസയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ സങ്കീർണത, ഈ വിഷയങ്ങളെല്ലാം ലോകത്തിന് അത് ഉൾക്കൊള്ളാനും മനസ്സിലാകാനും വേണ്ടി പറ്റിയിട്ടുണ്ട്. ലോകം അതിനനുസരിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ ലോകരാജ്യങ്ങളിൽ 99% ഫലസ്തീനെ പിന്തുണക്കുന്നു, ഗസയെ പിന്തുണക്കുന്നു, അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. ഈ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ഒക്ടോബർ 7-ാം തീയതിയുള്ള ആക്രമണം ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആയതിനാൽ തന്നെ ഇപ്പോൾ പറയുന്ന മുസ്ലിം രാജ്യങ്ങൾ പറയുന്നത് ഗസയിലെ സ്ഥിതി സങ്കീർണമാണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. യുദ്ധാനന്തരമുള്ള അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് പല അന്താരാഷ്ട്ര മീഡിയക്കാരും ഗസ സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥാകാര്യങ്ങൾ കണ്ടതിലും പറഞ്ഞതിലും കേട്ടതിലും ഭയാനകരമാണ് എന്ന തരത്തിലാണ്. കാലുകളും കൈകളും ഇല്ലാത്ത 100-ലധികം ആളുകളെ തനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്ന് ഒരു അന്താരാഷ്ട്ര മീഡിയ, പടിഞ്ഞാറൻ മീഡിയയിലെ ഒരു റിപ്പോർട്ടായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. താൻ ജീവിതത്തിൽ ഇതുപോലൊരു ദുരന്തത്തെ ഇതുപോലെ അഭിമുഖീകരിച്ചിട്ടില്ല. പല കെടുതിയിലും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താൻ പോയിട്ടുണ്ട്. താൻ അവിടുത്തെ ചുറ്റുപാട് കണ്ടിട്ടുണ്ട്. ഗസയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഇയഞ്ഞു നീങ്ങുന്ന ആളുകളുടെ എണ്ണം വിരലിലെണ്ണിയാൽ അവസാനിക്കാത്ത വിധം ആ ദേശത്തെ മുച്ചൂടും മുടിച്ചിരിക്കുന്നു ഇസ്രായേൽ. യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തത് അവിടുത്തെ ആയുധങ്ങളില്ലാത്ത സാധാരണക്കാരോടാണ്. അതുകൊണ്ടാണ് കുട്ടികളും സ്ത്രീകളും കൂടുതൽ കൊല്ലപ്പെട്ടത്. ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള അമർഷവും വിമർശവും യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിയിരിക്കുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ടാണ് ഇപ്പോൾ ഗസയിലേക്ക് സൈനികരെ അയക്കണമെങ്കിൽ തങ്ങൾ ആലോചിക്കണമെന്നുള്ളതും, ഇപ്പോൾ അവിടെ ആവശ്യം സൈനികരെ അയക്കുകയല്ല, പകരം സമാധാനം ഉണ്ടാക്കുകയാണ്. സമാധാനം എന്നതുകൊണ്ട് ഇസ്രായേൽ കരാർ പാലിക്കുക എന്നുള്ളതാണ് സമാധാനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുകൂടി തുർക്കി അനുബന്ധിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള വലിയ ചർച്ചകളും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്ര ഭരണാധികാരികളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഗസ വീണ്ടും മുൻപുള്ള സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.